ബി.ജെ.പിക്ക് വീണ്ടും തിരിച്ചടിയുമായി സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ആദ്യ പാർലമെന്റ് അടക്കി വാണിരുന്ന ബി.ജെ.പിക്ക് മുന്നിൽ സുപ്രീം കോടതിയുടെ ഉഗ്രൻ ചെക്ക്. ഇനിയും ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാര്യങ്ങൾ സുഖമായി നടത്താമെന്നായിരുന്നു ബി.ജെ.പിയുടെ മനസ്സിലിരിപ്പ്. എന്നാൽ അത് നടക്കില്ല എന്നാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. മണിപ്പൂർ നിയമസഭകളിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പൊതു താൽപര്യ ഹർജി. അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയുടെ കൂടി സൗകര്യമറിഞ്ഞ ശേഷം ഹർജി ലിസ്റ്റ് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതേ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും 5 സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നതാണ്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഇത്തവണ വേണമെന്ന് സ്പീക്കർ ഓം ബിർളയും ആവശ്യപ്പെട്ടതും സുപ്രീം കോടതിയുടെ ഇടപെടലും ബി.ജെ.പിയെ ആകെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ലോക്സഭാ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോകാൻ ചാൻസ് എങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയ കരുനീക്കം ശക്തമാവുകയാണ്. കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാതെ DMKക്ക് നൽകാനുള്ള നീക്കം ബി.ജെ.പിയും NDAയും നടത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കലും തമിഴ്നാട്ടിലെ സ്വാധീനം കൂട്ടലും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ നീക്കം. എന്നാൽ കോൺഗ്രസിനെ ഒഴിവാക്കി സ്ഥാനം DMK ഏറ്റെടുക്കുന്നില്ലെന്നും ഇന്ത്യ മുന്നണി ബി.ജെ.പിയുടെ തന്ത്രങ്ങളിൽ വീഴില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ സ്പീക്കർ പദവി ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷവും വഹിക്കുന്നതാണ് കീഴ്വഴക്കം. 1990 മുതൽ 2014 വരെയുള്ള കാലയളവിൽ പ്രതിപക്ഷത്തിനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചിരുന്നത്. ഭരണഘടനയുടെ 95-ാം അനുച്ഛേദ പ്രകാരം സ്പീക്കർ ഒഴിവാകണമെങ്കിൽ സ്പീക്കറുടെ പദവി നിർവഹിക്കുന്ന ആളാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സഭാധ്യക്ഷനാകുമ്പോൾ സ്പീക്കറുടെ അതേ അധികാരങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറിനുമുണ്ട്. ലോക്സഭയിലെയും നിയമസഭകളിലെയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ നടക്കുന്നതാണ് പതിവ്. എന്നാൽ നാളിതുവരെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരാത്തത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടിയാകുമ്പോൾ എത്രയും വേഗം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന കാര്യം നിസ്സംശയം പറയാം.